ഹലോ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകരെ, നമ്മളപ്പോൾ ഡേ 12 ഓഫ് ബാറക് മോളിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാണ്? ഇസ്തമിക യൂണിറ്റ് വടക്കൻ വാർണിച്ചേട്ടന്റെ ഭവനത്തിൽ. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിയാം. ഹലോ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, വരൂ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിനെ പരിചയപ്പെടുത്താം. അപ്പൊ പരിചയപ്പെടുത്തല്ലേ? ആയിക്കോട്ടെ. എൻ്റെ പേര് വാറുണ്ണി, വടക്കൻ ഹൗസ്. ഇതെൻ്റെ വൈഫ് ഷീല. ഇതെൻ്റെ അനിയനാണ് ആൻഡോ. ഇതെൻ്റെ പെങ്ങള്, മുത്തമംഗളാണ്. പെങ്ങളും അനിയനും ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഇവിടെ. പിന്നെ അതെൻ്റെ മകൻ, അത് മകൻ്റെ ഭാര്യ. മകൻ്റെ പേര് റിൻഡോ. ഇത് മകൻ്റെ ഭാര്യ നെയ്മോള്. മകൻ്റെ 2 കുട്ടികൾ എലോറ, ഇവാൻസ്. പിന്നെ എനിക്ക് 4 മക്കളാണ് ആകെ. 3 പെണ്ണും ഒരാണും. ഇവരൊക്കെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. എല്ലാവർക്കും പെൺകുട്ടികൾക്ക് 3 കുട്ടികളായി. നിങ്ങളുടെ വലിയൊരു കുടുംബമാണ്. നിങ്ങൾക്ക് 11 പേരക്കുട്ടികളുണ്ട്. അത് നിങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പൊ നമ്മള് നമ്മുടെ ഫാമിലിനെ പരിചയപ്പെട്ടു. അത്യാവശ്യം വലിയ കുറെ പേരക്കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ ചേച്ചി, നമുക്ക് അവരുടെ അടുത്ത് അവരുടെ പഴയ ഓർമ്മകളൊക്കെ ചോദിച്ചാലോ? അപ്പൊ പറഞ്ഞേട്ടാ, എന്താണ് ക്രിസ്മസ് കാലത്തെ ആ ഒരു ഓർമ്മകളൊക്കെ? എൻ്റെ ഓർമ്മകൾ പറയാന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. എനിക്ക് വയസ്സ് 71ആയി. പക്ഷെ എനിക്കൊരു സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് നമ്മുടെ ഓർമ്മകളുണ്ട്. ഞാനും ഒക്കെ പഠിച്ചത്, ഞങ്ങളൊക്കെ പഠിച്ചത് പള്ളി സ്കൂളിൽ, വടക്കാഞ്ചേരി പള്ളി സ്കൂളിൽ, പിന്നെ സെൻറ്റ് പൈസസ് സ്കൂള്. അവിടേക്കാണ് പഠിച്ചത്. സിസ്റ്റർമാരുടെ അച്ഛന്മാരുടെ സ്കൂളാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്രിസ്തുമസ് കാലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്തുമസ് തുടങ്ങിയിട്ടും നോയമ്പ് തുടങ്ങിയിട്ട് മുമ്പ് സിസ്റ്റേഴ്സ് ഞങ്ങൾക്കൊരു സ്റ്റഡി ക്ലാസ് തരും. ആ സ്റ്റഡി ക്ലാസ് വേറൊന്നുമല്ല, ഉണ്ണീശോയെ പറക്കാൻ പോവാണല്ലോ. അപ്പോൾ ഉണ്ണീശോയ്ക്ക് നമ്മൾ ഈ തണുപ്പത്തൊക്കെ ഇല്ലേ ക്രിസ്തുമസിന്റെ രാവുകള്, അപ്പൊ അതിന്റെ കുറെ കഥകൾ പറഞ്ഞുതരും. സാന്താക്ലൂസിന്റെ കഥ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞുതരും. പിന്നെ ഉണ്ണീശോയെ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. അപ്പോ തണുത്ത് പറിച്ച് ഇരിക്കുന്ന ഒരു സമയമാണ്. ആ മാതാവിനെ പ്രസവിക്കാൻ സ്ഥലം കിട്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നാണ്. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ആ ക്രിസ്തുമസ് അവർ ആഘോഷിക്കുന്നത്. ഇന്നത്തെ മരുന്നല്ല, ഇന്നൊക്കെ രാജകീയമായിട്ടാണ്. അന്നെന്ന് പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യത്തിലാണ് അവര് ഉണ്ടായത്. പക്ഷേ അപ്പോൾ സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഉണ്ണീശോയ്ക്ക് ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ നല്ല തണവും മഞ്ഞും തണവൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം പറഞ്ഞുതരാം. ഒരു 10 മറ്റേ സുഹൃദയപ്പുഞ്ചല്ല. അപ്പൊ ഉണ്ണീശോയ്ക്ക് ഒരു ഫ്രോക്സായി 10 സുഹൃദയപ്പുഞ്ചല്ല. 20 സുഹൃദയപ്പുഞ്ചല്ലുണ്ടെങ്കിൽ ഉണ്ണീശോയ്ക്ക് ഒരു തൊപ്പിയായി. പിന്നെ ഒരു കുർബാന കണ്ട് കാഴ്ച വെച്ചാൽ ഉണ്ണീശോയ്ക്കുള്ള ഉടുപ്പായി. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അങ്ങനെ നിങ്ങള് ഇതൊക്കെ ചെയ്യും. ആ സിസ്റ്റർമാർ ചോദിക്കുകയും ചെയ്യും. അതിന് മാർക്കിടും. മാർക്കിടും. പിന്നെ ഇത് ചെയ്യാത്തൊരു കടി കിട്ടുമോ? അതെ. പിന്നെ നിങ്ങള് ആരെങ്കിലും നുണ പറഞ്ഞോ നോക്കാനായിട്ട് സിസ്റ്റർമാരൊരു രഹസ്യാന്വേഷണം നടത്തുന്നുണ്ടാ. പിന്നെ നിങ്ങള് പാചക കുർബാനയ്ക്കൊക്കെ പോകുമ്പോ എങ്ങനെ നല്ല തണുപ്പത്താണല്ലോ. അങ്ങനെ പാചക കുർബാനയ്ക്ക് വേണ്ടിട്ട് ഭയങ്കര ഉത്സാഹം. കാരണം ഇങ്ങനെ അയ്യോ അന്ന് തൊപ്പിയൊന്നും വെക്കില്ല, എന്നാലും തലയിലൊക്കെ മുണ്ടൊക്കെ ഇട്ടിട്ട് പോകുമ്പോ അപ്പോഴും ശരിക്കും നിങ്ങൾ അനുഭവിക്കുക. അതായത് ആ തണുപ്പിന്റെ ആ മരം കൊത്തുന്ന തണുപ്പുണ്ടല്ലോ, ആ തണുപ്പിന്റെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് വരിക. അപ്പൊ നിങ്ങൾ വിചാരിക്കേ ഓ സിസ്റ്റർമാര് പറഞ്ഞ് ശരി കേട്ടായിരുന്നു, എന്തൊരു തണവോ. അപ്പം നമുക്ക് ഒരു കുർബാനയില്ല, ഒരു 10 കുർബാനകൾ ചെല്ലില്ല 10 കുർബാന കണ്ടിട്ട് കാഴ്ച വെക്ക് ഇറങ്ങും. അപ്പൊ ഉണ്ണീശോയ്ക്ക് ഒരു ബ്ലാങ്കറ്റൊക്കെ ആയില്ല. പിന്നെ ഒരു കൊച്ചു വീടും. പിന്നെ അങ്ങനെയൊക്കെയുള്ള ചിന്ത അപ്പഴാ വരിക. പിന്നെ പാചകം പോയി കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഒരു ടീച്ചർ ഉണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചറാണ്. അപ്പൊ ടീച്ചറിന്റെ ഓർമ്മകൾ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ടീച്ചറെ പറയും. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഏതായാലും ക്രിസ്മസിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞപ്പോൾ ആങ്ങളെ പറഞ്ഞതുപോലെ
ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയൊന്നുമല്ല, ആകെ 5 ഡിവിഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 5 സിസ്റ്റേഴ്സ് തന്നെയായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ടീച്ചർമാരെന്ന് പറയാൻ പുറമൊന്നും ഉണ്ടാവില്ല, സിസ്റ്റർമാരാവാൻ നിൽക്കുന്ന ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്രിസ്മസ് കാലം ആകുമ്പോൾ കുട്ടികളെ ഒരുക്കുക എന്നുള്ളത് അവരൊരു ഇതാണ്. അപ്പോൾ 25 ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ടൈം ടേബിൾ ആയിട്ട് അവർ തരും. അപ്പോൾ പുൽക്കൂട്, ഒരു ഉണ്ണിക്കൊന്ത, 2-ാം തീയതി ഒരു മെത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 സുഹൃത്ത് ജപം, അതുപോലെ കിടക്ക, ഉണ്ണീശോയ്ക്ക് കിടക്കയ്ക്ക് ഒരു 5 നന്മ നിറഞ്ഞ പറയാം. അങ്ങനെ 25 ദിവസത്തെ ഒരു ലിസ്റ്റ് തരും. ഞങ്ങളതൊക്കെ ചെയ്യും. എന്നിട്ട് ക്രിസ്മസിൻ്റെ അന്ന് പാതിര കുർബാനയ്ക്ക് പോയിട്ട് പുൽക്കൂട്ടിൽ ഉണ്ണീശോയിന് മുത്താൻ പോകുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഇതൊക്കെ ഉണ്ണീശോയ്ക്ക് കാഴ്ചവെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താ കാര്യങ്ങളെങ്കിൽ പ്രാർത്ഥിക്കാൻ തന്നെ ചെറിയ കിടാങ്ങളാണല്ലോ, അപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത് പഠിക്കാൻ നല്ല ബുദ്ധി തന്നെ, നല്ല മാർക്കോട് കൂടി പാസ്സാവണേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ അത് ഉണ്ണീശോയുടെ പുൽക്കൂട്ടി ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയും. അപ്പം അങ്ങനെ ചെയ്തത് സ്കൂളിലെ ഒരു അനുഭവമാണ് ചെറുപ്പത്തിലെ. ഈ ക്രിസ്മസ് ആയിട്ട് റിഞ്ച ചേട്ടൻ എന്നിട്ട് പ്ലാൻ ചെയ്തേക്കണേ? ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് കുറച്ചധികം ലീവ് എടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു 24-ാം തീയതി ഉച്ച തൊട്ട് ലീവ് എടുക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു 5-ാം തീയതി ജോലിക്ക് തിരിച്ചു കയറാന്നുള്ള രീതിയിലാണ്. ഞാനൊരു IT ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും ഇതേപോലെ ലീവ് എടുത്ത് പോവാണ്, വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസത്തെ ലീവ് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, വെക്കേഷനാകുമ്പോൾ ചേച്ചിമാരും പിള്ളേരെല്ലാവരും വീട്ടിലേക്ക് നിൽക്കാനായിട്ട് വരും. അപ്പം എല്ലാവരും കൊണ്ട് എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആയിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത്. ക്രിസ്മസ് ആയിട്ട് നല്ലൊരു യാത്രക്കുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പൊ നല്ല അടിപൊളി സ്ഥലത്തേക്ക് പോയിട്ട് അടിച്ചു പൊളിച്ച് ആ ഒരു ടൂറ് ട്രിപ്പ് ആഘോഷിക്കുക. ഓക്കെ, തീർച്ചയായും. നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കിയിട്ട് നമുക്ക് ഇപ്പോഴത്തെ പുതിയ മാതിരി ഒരു കേക്കൊക്കെ മുറിച്ച് സന്തോഷത്തിൽ കൂടാം. ഓക്കെ, Gloria, ah Gloria, 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 Gloria. മഞ്ഞു പെയ്യുന്ന രാത്രി, കുളിർത്തന്നലേകുന്ന രാത്രി, ഗ്ലോറിയ ഗീതം പാടാമൊന്നായി. ലോകരക്ഷകൻ പുൽക്കൂട്ടിൽ അപ്പൊ നമുക്കിനി എല്ലാവർക്കും കൂടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ക്രിസ്മസ് വിഷ് ആയാലോ? ഹാപ്പി ക്രിസ്മസ്. സോ നമ്മുടെ ഡേ 12 ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഭാരത് മോറിന്റെ. അപ്പോ ഇന്നത്തെ ദിവസത്തിന് വിത്ത് ക്യാമറാമാൻ ആൽഫിയോടൊപ്പം ജിജി ആൻഡ് ആഞ്ചലിന ആർ സൈനിങ് ഓഫ്. ബൈ ബൈ.